ഹലോ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഈ പോണത് എന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ലേ? ഞങ്ങൾ പോണത് ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോവുക. എന്താ വെച്ചാൽ ഏട്ടന് ഇപ്പം ഇന്നലെ തൊട്ട് വയറിന് തീരെ സുഖമില്ല, ഭയങ്കര ഛർദിയൊക്കെ ആയിരുന്നു. ഞങ്ങളൊന്ന് ഇവിടെ രാത്രി ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി ഇഞ്ചക്ഷനൊക്കെ വെച്ചു, ഗ്യാസിൻ്റെ പ്രശ്നം എന്തെങ്കിലുമൊക്കെ ആവും വിചാരിച്ചിട്ട്. അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമൊന്നുമല്ല, എന്തോ കഴിച്ചത് എന്തോ വയറിന് പറ്റിയിട്ടില്ല. ഏട്ടനൊരു ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നേ, അതായത് പിത്തസഞ്ചി റിമൂവ് ചെയ്തേക്കണം ഏട്ടന്. അപ്പോൾ ചില ഭക്ഷണങ്ങൾ ഏട്ടന് വയറിന് പിടിക്കാറില്ല. അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഭേദമില്ല ആൾക്ക് എങ്ങനെയായാലും. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ഹോമിയോ ഡോക്ടറുണ്ട്, പ്രദീപ് സാറ് പറഞ്ഞിട്ട്. അപ്പോൾ സാറിൻ്റെ ക്ലിനിക്കിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ഇടയ്ക്കിനിപ്പോൾ ആ മരുന്നൊന്ന് കഴിച്ച് നോക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അധികം ഞങ്ങൾ വയറിനൊക്കെ പ്രശ്നം വന്ന് സാറിനെ കാണിക്കാറ്, അപ്പോൾ വേഗം മാറാറുമുണ്ട്. നല്ല ബ്ലോക്കായിരുന്നു റൂട്ടിലൊക്കെ. ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്കൊന്ന് അങ്ങോട്ട് എത്താൻ പറ്റിയത്. ഇപ്പോൾ ആകെ തിരക്കും, ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ അല്ലേ. അപ്പോൾ ന്യൂ ഇയറിൻ്റെ തുടക്കമൊക്കെ ആയിട്ട് അങ്ങനെ ഓരോ തിരക്കുകളാണ് ഇപ്പോൾ റോഡിലൊക്കെ. അങ്ങനെ ഇതാ ഞങ്ങൾ ഡോക്ടർ ക്ലിനിക്ക് എത്തി. അതാ അവിടെ കാണുന്നതാണ് ഡോക്ടർ ക്ലിനിക്ക്. ഞാനും ഏട്ടനും കൂടിയിട്ട് ഇങ്ങനെ നടന്നു പോവുക. സാറിനെ വിളിച്ചിരുന്നു ഉണ്ടാവുമോ ചോദിച്ചിട്ട്, അപ്പോൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ സാറിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുമ്പോൾ സാറ് മരുന്ന് എടുക്കാൻ പോയേക്ക് കേട്ടോ. സാറിൻ്റെ ക്ലിനിക്കിൻ്റെ തൊട്ടടുത്ത് നമ്മളെ ഭാരതപ്പുഴയാണ്. അവിടെ ഒരു മരത്തിൽ നിറയെ കാണുന്നുണ്ട്, അത് വവ്വാലുകളാണ് കേട്ടോ. നിറയെ തൂങ്ങിക്കിടക്കാറുണ്ട്. അവരുടെ സ്ഥിരം കേന്ദ്രം അതുതന്നെയാണ്. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് സാറിൻ്റെ ഇങ്ങോട്ടൊക്കെ നല്ലോണം വെള്ളം കയറും കേട്ടോ. അപ്പോൾ ഇതാണ് സാറ്. ഞങ്ങൾ അവിടുന്ന് മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ എനിക്കൊരു ചായ വേണം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ബേക്കറി കയറി ചായയൊക്കെ കുടിച്ചു. തിരിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അങ്ങനെ അവിടുന്ന് ഞാനൊരു അച്ചാർ വാങ്ങി കേട്ടോ. അപ്പോൾ ചോറും ഉപ്പേരി അച്ചാറും. ഇതുണ്ടെങ്കിൽ കറിയൊന്നും ഒഴിക്കണേ എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഞാൻ പറഞ്ഞ അച്ചാറ്, മിത്രാസിൻ്റെ കണ്ണിമാങ്ങ അച്ചാർ. നല്ല അച്ചാറാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. ആദ്യമൊക്കെ നല്ല എരിവൊക്കെ ഇന്നലെ വാങ്ങിച്ചതാ. എരിവുണ്ടാവുന്നൊക്കെ വിചാരിച്ചു, നന്നായിരുന്നു കേട്ടോ. പിന്നെ ഇത് എൻ്റെ പൂന്തോട്ടം, കൃഷിത്തോട്ടമൊക്കെയാണ്. ഞാൻ അധിക സമയം ഇവിടെയാണ് ചിലവഴിക്കാറ്. ഉച്ചയ്ക്ക് പിന്നെ ഭക്ഷണം കഴിച്ചാൽ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ തടി കൂടും, പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. അപ്പം ഞാൻ അധികം ഇവരുമായിട്ടാണ് എൻ്റെ സമയം ഉച്ചയ്ക്ക് ശേഷം ഞാൻ ചിലവഴിക്കുക. മണ്ണിട്ട് കൊടുക്കുകയും പിന്നെ അവർക്ക് വേണ്ടത് ചിലവർ ഇപ്പോൾ ചാക്കിലൊക്കെ ആക്കി വെച്ചാൽ അവരെ കൂടെ കാണാം മത്തനും കുമ്പളൊക്കെ മുളച്ചിരിക്കുന്നു. അപ്പം ഞാൻ അവരേനെയൊക്കെ പറിച്ച് അങ്ങോട്ട് മാറ്റി വയ്ക്കും. പിന്നെ അപ്പുറത്ത് പിന്നെ തൊടിയിലും ഉണ്ട് കേട്ടോ കുറച്ച് പേര്. ഇതിൻ്റെ ഇടയിലൊരു റോസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ.
ഞാൻ അയാളെ മാറ്റി വെക്കണം. എല്ലാവരും കൂടി ഒരുമിച്ചാകുമ്പോൾ ആർക്കും ഒരു ഭക്ഷണ രീതിയൊന്നും അവരുടെ ശരിയാവില്ലല്ലോ. ഒരാൾക്ക് കൊടുക്കുമ്പോൾ അതെല്ലാവരും കഴിക്കുമ്പോൾ പിന്നെ ആ ആൾക്കൊരു ഉഷാറുണ്ടാവില്ല. ഇത് പിന്നെ ഞാൻ ഇപ്പോൾ അടുത്ത് വാങ്ങിയൊരു റോസ് ചെടിയാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. മുട്ട വാങ്ങിയിരുന്നേ, അപ്പം അത് പിന്നെ പിരിഞ്ഞപ്പോൾ വലിയ പൂവായി. അപ്പം എല്ലാവരും വരുമ്പോൾ പറയും കേട്ടോ നല്ല ഭംഗിയുണ്ടെന്ന്. പിന്നെ ഇത് നമ്മൾ ചെറിയ ആളാണ്, അവൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് കുപ്പിയിൽ വെള്ളം കുടിക്കുക. പിന്നെ അതാ മുളകും തൈ. ആ കാണുന്ന സ്കൂളിൻ്റെ ബാക്ക് വശമാണ്. അതിൽ കുറച്ച് മുളകൊക്കെ ഞാൻ പൊട്ടിച്ചു. പിന്നെ എനിക്ക് മുല്ല ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പം ഞാനൊരു മുല്ലത്തൈ വാങ്ങി. ഇപ്പുറത്ത് ഇതാ കയ്പ്പയ്ക്ക തൈയും വെച്ചിട്ടുണ്ട്. അപ്പം മുല്ലത്തൈ ഞാൻ അതിൻ്റെ ഇലകളൊക്കെ വെട്ടിയിട്ട് ഇങ്ങനെ ഇപ്പോൾ വെച്ചു. അപ്പോൾ പുതിയ നാമ്പൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ ചാമ്പക്ക തൈയാണ്. ഇതവിടെ വല്യച്ഛൻ്റെ എൻ്റെ ചെറിയ അടുത്തുള്ള ഇങ്ങനെ ചാമ്പൊക്കെ കൊണ്ടുവന്നപ്പോൾ തന്നതാണ്. അപ്പോൾ ഞാനത് കഴിച്ച് വിത്ത് അങ്ങനെ ഭാവി അങ്ങനെ ഉണ്ടായത്. അപ്പോൾ വലിയ മരമായി. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ തൊടിയിലെ എൻ്റെ കൃഷി. അപ്പോൾ തുടങ്ങി വെച്ചിട്ടുള്ളൂ ഞാൻ. ഇവിടെ വെള്ളരിയാണിത്, പിന്നെ മുളക്, പിന്നെ കുമ്പളം, മത്തൻ, അതുപോലെ അമര, പിന്നെ ഇത് ഓമമരം കേട്ടോ. തന്നെ ഉണ്ടായതാണ്. അപ്പോൾ വലിയ ഓമക്കായൊക്കെ ഉണ്ടായി. ഞങ്ങൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കണ്ടില്ലേ. പിന്നെ അത് തക്കാളികളാണെങ്കിൽ തക്കാളിയൊക്കെ ഉണ്ട് കേട്ടോ, ഉണ്ടായിട്ടുണ്ട് ഓരോരുത്തർ. പിന്നെ അതിനപ്പുറത്തും തക്കാളിയാണ്. അപ്പോൾ പന്നിയുടെ ശല്യം കാരണമാണ് ചാക്ക് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് മുളകുകളാണ്, പലതരത്തിലുള്ള മുളകും തൈകൾ, വഴുതന, കണ്ടില്ലേ. ഇതൊക്കെ മത്തനാണ്. പിന്നെ ഞാൻ ഇതാ ഇടയിൽ ചീര, പച്ചച്ചീരയും ചുവന്ന ചീരയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെറുതെ ഇങ്ങനെ കുഴിച്ചിട്ടതാണ്. അവിടെ ഇത് അമരയാണ്. 2 തരം അമരുണ്ട്. കുറ്റി അമരയുണ്ട്, അതിൽ വള്ളി അമരയുണ്ട്. പിന്നെ ഇത് നല്ല എരിവുള്ള മുളകാന്ന് പറഞ്ഞ ഫാമിൽ പോയപ്പോൾ അപ്പോൾ 2 മേടിച്ചു. പിടിക്കില്ലെന്ന് അറിയണ്ട്. പിന്നെ വെണ്ട. പിന്നെ അതിനിടയിൽ ഞാൻ അവിടെ തണ്ണിമത്തൻ നട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുവരെ നട്ടിട്ടില്ല, ഉണ്ടാവോ നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊക്കെ മത്തനാണ്. പിന്നെ ഇത് കുറച്ച് ചീര. ഇത് അവിടെ വല്യച്ഛൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ മുറ്റത്ത് നിറയെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം. അപ്പം ഞാനതൊന്ന് കുറേ പറിച്ച് ഞാനിങ്ങനെ തടമൊക്കെ എടുത്തിട്ട് നട്ടു. അങ്ങനെ ഇതാണ് ഞങ്ങൾ തൊടിയുടെ ഭാഗങ്ങളെന്ന് പറയണത്. 4 ഭാഗം മരങ്ങളൊക്കെ നിറഞ്ഞിട്ട് നല്ലൊരു രസമാണ് അവിടെ പോയിരിക്കാനൊക്കെ കേട്ടോ. ഇത് അമ്മായിയുടെ വീടാണ്. അവിടെ വീട് പണി നടക്കുക. ഇതിനിപ്പോൾ നടാനുള്ള തക്കാളി തൈയാണ്. ഇത് പറഞ്ഞ കുറച്ച് ഗപ്പിക്കുട്ടികൾ പോയി. അങ്ങനെ നമ്മുടെ കുറുമ്പൻസിൻ്റെ PTA മീറ്റിംഗ് ആയിരുന്നു ഇന്ന്. ഇതാണ് അവരുടെ സ്കൂള്. അപ്പം ഇന്ന് ഓരോ രക്ഷിതാക്കൾക്ക് ഓരോ ടൈം കൊടുത്തിരിക്കുകയാണ് ടീച്ചർ. അപ്പോൾ ആ ടൈമിനാണ് ഓരോരുത്തർ എത്തേണ്ടത്. അപ്പോൾ എനിക്ക് 2 പേരും ഉണ്ട്. 2:05, 2:10 ആയിരുന്നു. പേപ്പറൊക്കെ കയ്യിൽ കിട്ടി. ഓണപരീക്ഷയ്ക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞപ്പോൾ ടീച്ചർ മേളയിലൊക്കെ പെട്ടിട്ടാണെന്നാണ് പറഞ്ഞത്. ഇതാണ് ടീച്ചർ. അങ്ങനെ മീറ്റിങ്ങൊക്കെ ഏകദേശം കഴിയാനായി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുട്ടികളെ കൂട്ടി ഇറങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കൃഷിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ കൃഷിയൊക്കെ കുറച്ച് ചെയ്തിരുന്നു. ഇപ്പോൾ വീട്ടിലും കുറച്ച് വ്യത്യാസമൊക്കെ വന്ന് എൻ്റെ വീട്ടിൽ കയറി വരുന്ന ഭാഗത്തൊരു തിട്ടൊക്കെ ഉണ്ടായിരുന്നു വലുത്. ഇപ്പോൾ അതൊക്കെ ഇടിച്ച് നിരത്തി. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് ഓരോ തൈകൾ കൊടുന്ന് വെക്കണം എന്നുണ്ട്. കൃഷിയിലൊരു ഭയങ്കര ഇഷ്ടം വന്നു എനിക്ക്. നമ്മൾ ഒഴിവ് സമയങ്ങളൊക്കെ ഇപ്പോൾ അങ്ങനെ അതിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് പരിപാലിച്ചിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.